നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം കഥകളിത്തട്ട് കളിയുത്സവം മെയ് 15-ന് കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം കഥകളിത്തട്ട് കളിയുത്സവം മെയ് 15 വ്യാഴാഴ്ച കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥകളിയുടെ സമസ്ത മേഖലയെ സ്പർശിച്ചുകൊണ്ട് വിപുലമായ ഒരു പരിപാടി കൂത്തുപറമ്പ് കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ഈ വരുന്ന 15-ാം തീയതി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണയായി നേരത്തെ വിനോദ് മാഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കഥകളിക്ക് കുറെ അധികം അരങ്ങുകൾ കൂത്തുപറമ്പിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ സാധ്യമായ നല്ലതായ അന്തരീക്ഷത്തിൽ കഥകളി കൂടുതൽ ജനകീയമാകുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിപുലമായി കഥകളിയുടെ വിശാലമായ സങ്കേതങ്ങളെ പുറം ലോകത്തേക്ക് സാമാന്യ ജനസമക്ഷം ബോധ്യപ്പെടുത്തുവാനും പുതിയ തലമുറയ്ക്ക് കൂടി അതിലേക്ക് കടന്നു വരുവാനുമുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് കളിയുത്സവം സംഘടിപ്പിക്കുന്നത്. അതിൽ കഥകളിത്തട്ടിന്റെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ കഥകളി അരങ്ങേറ്റം അത് പുറപ്പാട് വിഭാഗത്തിലാണ്. പുറപ്പാട് കഥകളിയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. രാവിലെ 9:30 കേളി അരങ്ങേറും. 10 മണിക്ക് കഥകളിയുടെ വടക്കൻ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. കോഴിക്കോട് സർവകലാശാല ഫോക്ലോർ വിഭാഗം മുൻ മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ വിഷയം അവതരിപ്പിക്കും. ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ബാലകൃഷ്ണൻ കൊയ്യാൽ മോഡറേറ്റർ ആകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ചൊല്ലിയാട്ടം നടക്കും. വൈകുന്നേരം 3 മണിക്ക് പത്മശ്രീ സദനം ബാലകൃഷ്ണ ആശാന് സ്വീകരണം നൽകും. വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടക്കും. കോട്ടയം കഥകളിത്തട്ട് പ്രഥമ പുരസ്കാരം പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ശിവദാസിന് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ആശാൻ സമർപ്പിക്കും. ചടങ്ങിൽ KP മോഹൻ MLA അധ്യക്ഷത വഹിക്കും. കോട്ടയം അമ്പലത്തില് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തില് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കഥകളി പരിശീലനം മാഷ് കലാമണ്ഡലത്തിൽ പഠിച്ച് ഇവിടെ എത്തിയതിന് പിന്നീട് നടന്നൊരു ചരിത്ര സംഭവമാണ്. കാരണം കഥകളിയുടെ 4 കഥകളിയാട്ടക്കഥ എഴുതിയ മഹാനായ അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കഥകളി ആരംഭം കുറിച്ചു. വളരെ സഭകളുടെ അരങ്ങേറ്റവും കൂടി മറ്റന്നാള് ഉണ്ട്. മാത്രമല്ല അതിലേറെ പ്രാധാന്യമുള്ളത് കഥകളിത്തട്ടിന്റെ പേരിലൊരു അവാർഡ് കഥകളി പ്രഗത്ഭനായ കഥകളിക്കാരന് അവാർഡ് നിശ്ചയിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി അമ്പലത്തില് വിവിധ പരിപാടികളുണ്ട്. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ മുഖ്യ അതിഥിയാകും. വൈകുന്നേരം 5 മണി മുതൽ കഥകളിത്തട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മഹേന്ദ്രൻ, കലാമണ്ഡലം നിതിൻ ആനന്ദ്, വിനോദ് നരോത്ത്, P കുമാരൻ, സജീഷ് തൃക്കണ്ണാപുരം എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.